എന്നാ പിന്നെ എന്നെ അങ്ങോട്ട് ഒഴിവാക്കി തരി. പല സ്ത്രീകളും ഭർത്താക്കന്മാരോട് പറയുന്ന വൃത്തികെട്ടൊരു വാക്കാണത്. നിസാര ഒരു കാര്യത്തിൽ തർക്കിക്കുമ്പോൾ സംസാരിക്കുന്ന സമയത്ത് പറയുന്ന വാക്കാണ്. എന്നാ പിന്നെ എന്നെ അങ്ങോട്ട് ഒഴിവാക്കി തന്നാളി, എന്നെ അങ്ങോട്ട് തൊലാക്ക് ചെയ്താളി. നിസ്സാര കാരണത്തിന് വേണ്ടി പറയും. ചില സ്ത്രീകള് തന്റെ ഭർത്താവിനേക്കാൾ അല്പം സൗന്ദര്യമുള്ള അതല്ലെങ്കിൽ അല്പം സമ്പത്തുള്ള ആളുകളെ അങ്ങനെ കണ്ടു കഴിഞ്ഞാല് അപ്പൊ പിന്നെ തന്റെ ഭർത്താവ് നിസ്സാരക്കാരനായി. അപ്പൊ ഭർത്താവിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. അപ്പൊ പറയും ഭർത്താവിനോട് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഒഴിവാക്കി തരും, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പൈസ തരാം. എത്ര നീചമായ പ്രവർത്തനമാണത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അയ്യുമ ഇംറഅത്തിൻ സഅലത്ത് സൗജഹാ ത്വലാഖൻ മിൻ ഗൈരി ബഅസിൻ ഹറാമുൻ അലൈഹാ റായിഹത്തുൽ ജന്ന. ഏതെങ്കിലും ഒരു പെണ്ണ് സഅലത്ത് സൗജഹാ ത്വലാഖൻ, ഭർത്താവിനോട് ത്വലാഖ് ആവശ്യപ്പെടുകയാണ്, മിൻ ഗൈരി ബഅസിൻ, ശർഅ അംഗീകരിച്ച കാരണമൊന്നുമില്ലാതെ. ശർഅ ത്വലാഖ് ചെല്ലാൻ ചില കാരണങ്ങൾ പറയുന്നുണ്ട്. ആ കാരണമൊന്നുമില്ലാതെ നിസാര കാര്യത്തിനു വേണ്ടിയിട്ട് ഭർത്താവിനോട് വിവാഹമോചനം ആവശ്യപ്പെടുകയാണെങ്കിൽ ഹറാമുൻ അലൈഹാ റായിഹത്തുൽ ജന്ന, സ്വർഗത്തിന്റെ പരിമളം ആ സഹോദരിക്ക് ലഭിക്കുകയില്ല. കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് ലഭിക്കുന്ന സ്വർഗത്തിന്റെ പരിമളം ആ സഹോദരിക്ക് ലഭിക്കുകയില്ല. എത്ര ഗൗരവമുള്ള കാര്യമാണിത്. ചെറിയൊരു പിണക്കം വരുമ്പോ, അല്പം സൗന്ദര്യമുള്ള ഒരാളെ കാണുമ്പോ അപ്പോഴേക്ക് തുടങ്ങും, എന്നാ എനിക്ക് മോചിപ്പിക്കണം, വിവാഹമോചനം വേണം, എനിക്കിതിൽ നിന്നും മോചനം വേണം. എത്ര നിസ്സാരമായിട്ടാണ് നല്ലൊരു പവിത്രമായ ബന്ധത്തെ ഇല്ലാതാക്കുന്നത്. അത്തരം അവസ്ഥയിൽ നമ്മുടെ സഹോദരിമാർ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.